എൻ്റെ പേര് അഭിരാമി. ഞാൻ വരുന്നത് തൃശ്ശൂർ അയ്യന്തോൾ നിന്നാണ്. ഞാൻ വരുന്നത്. ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരിക്കുന്നത് ഓണച്ചമയം എന്ന നമ്മളുടെ ഒരു എക്സിബിഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓണച്ചമയം എന്ന് പറയുന്നത് അഭിരാമത്തിൻ്റെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു എക്സിബിഷനാണ്. അപ്പോൾ അത് റിലവൻ്റ് ആവുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. തൃശ്ശൂരിൽ നിന്ന് വളർന്നു വരുന്ന ഒരു സംരംഭക എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാനാണെങ്കിൽ ഇവിടെ യൂസഫ് അലിയും കല്യാൺരാമനും പിന്നെ ജോസ് ജോയ ആലുക്കാസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ പേര് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ അധികം കേട്ടിട്ടില്ല. അപ്പോൾ വളരെ ആവേശത്തോടെ ആഗ്രഹത്തോടെ നമ്മൾ ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് മെയിനായിട്ട് നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങളെ ആളുകൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ മെയിൻലി അഭിരാമം ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ആ ട്രഡീഷണൽ പാരമ്പര്യം വസ്ത്രമായിട്ടുള്ള സെറ്റുമുണ്ടുകളെയാണ് നമ്മൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. മലയാളിക്ക് സെറ്റുമുണ്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ സ്വന്തം എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു വസ്ത്രമാണ്. ഇന്ത്യയിലെ വേറെ ഏത് സ്റ്റേറ്റിൽ പോയാലും നമുക്ക് സെറ്റുമുണ്ട് കാണാൻ പറ്റില്ല. അത് കേരളത്തിന്റെ മാത്രമാണ്. പക്ഷെ മലയാളിക്ക് കണ്ടു പരിചയിച്ച സെറ്റുമുണ്ടുകളിൽ നിന്ന് മാറി നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ഒരു വസ്ത്രത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കണ്ടു പരിചയിച്ച കരകളും അതുപോലെ കസവും ഇതൊക്കെ മാറ്റി നിർത്തി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ പല പല ആർട്ടിസ്റ്റുകളുമായി നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് ക്രോസ് കൾച്ചർ ഫ്യൂഷൻ കേരളത്തിന്റെ സെറ്റുമുണ്ടിൽ കൊണ്ടുവന്ന് അഭിരാമം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഏറ്റവും പുതിയ നമ്മളുടെ കളക്ഷനാണ് ദേശരാഗം. അതായത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള കേരള സെറ്റുമുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ദേശരാഗം നമ്മൾ റിലീസ് ചെയ്തത്. അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ശ്രദ്ധ നേടി തന്നിട്ടുള്ള ഒരു റിലീസാണ്. അത് ഈ എക്സിബിഷനിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നായിക നടിമാര് ധരിച്ച ഒരു 10-30 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള സെറ്റുമുണ്ടുകളെയൊക്കെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പുനരാവിഷ്കരിച്ച് നമ്മൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് വളരെയധികം വൈറലാവുകയും 1 മില്യൺ അധികം ആളുകൾ അത് കാണുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സ്വന്തമായുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസും കൂടി ഉള്ളത് കൊണ്ടാണ് ഇത് സാധിച്ചത്. ഒരു 33 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള നടി ഉർവശി ധരിച്ച 10 വെളുപ്പിനെന്ന് തുടങ്ങുന്ന മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഗാനരംഗത്തിനെയൊക്കെ അതേപടി ചിത്രീകരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുകയും കയ്യടി നേടുകയും ചെയ്തു. അതോടൊപ്പം ഇത് നമ്മൾ വിൽപ്പനയ്ക്കും വെച്ചു. വെങ്കലത്തിലെ ഉർവശി ധരിച്ച സെറ്റുമുണ്ട് അന്വേഷിച്ച് അഭിരാമത്തിന്റെ ഇൻബോക്സിൽ ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ആ കളക്ഷൻ വളരെയധികം ശ്രദ്ധ നേടിയപ്പോൾ മലയാളം മൂവി ക്ലാസിക്സ് എന്നുള്ള പേരിൽ ഒരു കളക്ഷൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മളുടെ മലയാളിക്ക് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ കുഞ്ഞാത്തോലിന്റെ സെറ്റുമുണ്ടിനെ നമ്മൾ അവതരിപ്പിച്ചു. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിലെ പ്രൊഫസർ വിജയലക്ഷ്മി മാധവി ധരിച്ച സെറ്റുമുണ്ടിനെ നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീവിദ്യാമ്മ സുകുമാരിയമ്മ തൊട്ട് അങ്ങോട്ട് ഉള്ള പല നായിക നടിമാരും സിനിമയിൽ ധരിച്ച സെറ്റുമുണ്ടുകളെ അന്വേഷിച്ച് അഭിരാമത്തിന്റെ ഇൻബോക്സിൽ ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ വളരെ വ്യത്യസ്തത അവതരണത്തിലും പുലർത്തുന്നതുകൊണ്ടും സ്വന്തമായ പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളതുകൊണ്ടും യുണീക്കായിട്ടുള്ള സ്റ്റൈലിംഗ് ഉള്ളതുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഇവിടെ ഓണച്ചമയം എന്നുള്ള പേരിൽ നമ്മളൊരു എക്സിബിഷൻ അനൗൺസ് ചെയ്തപ്പോൾ ആ ഒരു റീലിൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ പോസ്റ്റ് ചെയ്തത് കൊണ്ട് നമ്മളുടെ കൂടെ വരാൻ ഒരുപാട് ബ്രാൻഡുകൾ തയ്യാറായി. അപ്പോൾ അത് നമുക്ക് വളരെ ആത്മവിശ്വാസം പകർന്നു. അതുകൊണ്ട് തന്നെ സ്പോൺസർഷിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് അഭിരാമം ഈ ഒരു എക്സിബിഷൻ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ടും നമ്മൾ മറ്റുള്ള എക്സിബിഷനുകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നുണ്ട്. ഇതുകൂടാതെ ഈ എക്സിബിഷനിൽ വരുന്ന ഓരോ ആളുകൾക്കും നമ്മളൊരു ഫ്രീ എൻട്രി കൂപ്പൺ കൂടി കൊടുക്കുന്നുണ്ട്. ആ കൂപ്പണിൽ അവരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് ഇടുന്ന അതിൽ നിന്നുള്ള ഒരു വിജയിക്ക് 1 ഗ്രാം സ്വർണ്ണ നാണയത്തിന്റെ ലക്കി ഡ്രോ ലൈവായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ അഭിരാമത്തിനെ ഏറ്റെടുത്തതും വളർത്തിയതും ലോകമെമ്പാടുമുള്ള മലയാളികളാണ്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എവിടേക്ക് വേണമെങ്കിലും പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ ഫോളോവേഴ്സിൽ നിന്ന് തന്നെ ഇന്ന് ഏകദേശം 83,000-ഓളം ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് അഭിരാമം. അപ്പോൾ ഈ ഫോളോവേഴ്സിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരാളാണ് അഭിരാമത്തിന്റെ ഈ ഓണച്ചമയം എന്ന് പറയുന്ന ഈ ഒരു എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്.
ഇതുകൂടാതെ നമ്മൾ നമ്മുടെ തൃശ്ശൂരത്തെ പല പ്രമുഖ വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മേയർ, പിന്നെ താഴോട്ട് അങ്ങോട്ട് പല വ്യക്തികളും നമ്മളുടെ ഈ ഒരു എക്സിബിഷന്റെ ഭാഗമാകാം എന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തൃശ്ശൂരത്തെ തന്നെ പ്രമുഖ വ്യവസായിയുടെ മകളും കൂടിയായ ഐശ്വര്യ നന്ദിലത്ത്, പിന്നെ ട്രാൻസ് പേഴ്സണും ബിഗ് ബോസ് വിന്നറപ്പുമായ നാദിറ, പിന്നെയും ഒരുപാട് പേര് നമ്മളുടെ കൂടെ ഈ ഒരു എക്സിബിഷന്റെ ഭാഗമാകാമെന്ന് വളരെ സന്തോഷത്തോടെ അറിയിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാതെ ഈ ഒരു എക്സിബിഷനിൽ നമ്മളുടെ സ്വന്തം ഉൽപ്പന്നം വാങ്ങിച്ച കസ്റ്റമേഴ്സ് തന്നെ അത് ധരിച്ചുകൊണ്ട് നേരിട്ട് വരാമെന്ന് നമ്മളോട് ഇങ്ങോട്ട് ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട്. പലപ്പോഴായി അഭിരാമത്തിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഉൽപ്പന്നങ്ങൾ ധരിച്ചുകൊണ്ട് വരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പരസ്യം. അപ്പോൾ ഇതൊക്കെയാണ് അഭിരാമത്തിന്റെ ഓണച്ചമയത്തിന്റെ വിശേഷങ്ങൾ. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് തൃശ്ശൂർ MG റോഡിലുള്ള ശ്രീശങ്കര ഹാളിൽ വെച്ചിട്ടാണ്. രാവിലെ 10 മണിക്ക് ഉദ്ഘാടനവും തുടർന്ന് അങ്ങോട്ട് നമ്മളോട് ചേർന്ന് വരുന്ന ഒരു 40ഓളം ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ദിവസം ഞായറാഴ്ച വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി നമ്മൾ ഇതിന്റെ ലൈവായിട്ടുള്ള ലക്കി ഡ്രോ നടത്തും. അപ്പൊ അതിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ 1 ഗ്രാം സ്വർണ്ണ നാണയവും സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. താങ്ക് യു. നമ്മളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും പ്രൊഡക്ഷൻ ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. നമുക്ക് അവിടെ ഒരു പ്രിന്റിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വീവേഴ്സ് നെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് പ്രിന്റിംഗ് യൂണിറ്റിലേക്ക് എത്തിച്ചിട്ട് അവിടെ എക്സ്ക്ലൂസീവ്ലി അഭിരാമത്തിന്റെ ഡിസൈൻസ് മാത്രം പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യുണീക്നെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഡിസൈൻ പുറത്തേക്ക് നമ്മൾ ആദ്യം വിടില്ല. അഭിരാമം എന്ന ഉൽപ്പന്നം ഫോക്കസ് ചെയ്യുന്നത് സെറ്റുമുണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ടാഗ് ലൈൻ ഇവിടെ ഓണം സെറ്റാണ് എന്നുള്ളത് വെച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ബാക്കി വരുന്ന ബ്രാൻഡുകൾക്ക് സാരി, ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും ജെൻസിന്റെ, പിന്നെ ഡയമണ്ട് വരെ ഉണ്ട്, സിൽവർ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ജ്വല്ലറി, പ്ലാന്റ്, ബേക്സ്, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ വേറെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. കുറെ വെൻഡേഴ്സ് വരുന്നുണ്ട്. ഹാൻഡ്ലൂം, സോറി, അഭിരാമത്തിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും പവർലൂമാണ്. നമുക്ക് ഒന്നും തന്നെ ഹാൻഡ്ലൂമിലില്ല. നമുക്ക് പവർലൂം യൂണിറ്റുകളാണ് സ്വന്തമായിട്ട് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ പ്രൊഡക്ട്സിന്റെ റേഞ്ച് പറഞ്ഞാൽ ഒരു 750 തൊട്ട് 2000 ഉള്ളിലാണ് എല്ലാം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിനുമാണ്. ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് അഫോർഡബിൾ ആയിരിക്കാം. അപ്പൊ നമുക്കതിന് അഫോർഡബിൾ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, പൊതുവെ നമുക്ക് കടകളിൽ കിട്ടുന്ന ഒന്നും തന്നെ അഭിരാമത്തിൽ ഉണ്ടാവില്ല. യുണീക്ക് ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഒരു ഡിസൈനർ പീസ് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഓണം പ്രമാണിച്ച് ഫാഷൻ ഷോ, കോളേജുകളിലൊക്കെ ഒരുപാട് ഇവന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്വന്തം പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടത് കസ്റ്റമൈസ് ചെയ്യുകയും ബാക്കി നമ്മൾ നമ്മളുടെ പേജിൽ ഫോളോവേഴ്സിലൂടെ വിറ്റഴിക്കുകയും ചെയ്യാറ്. മനസ്സിലായി. ഞാൻ സംരംഭം ആരംഭിക്കുന്നത് എൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ്. പക്ഷെ ഇപ്പൊ റൺ ചെയ്യുമ്പോൾ പാരലായിട്ട് എനിക്ക് ആവശ്യങ്ങൾ വന്നു. അപ്പൊ ഞാൻ പല ലോൺ വഴിയൊക്കെ ആണ് വളർന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നമുക്കൊരു 15ഓളം പേരുണ്ട്. വീവേഴ്സ് ആയിട്ട് ഒരു 15ഓളം പേര് പല ഭാഗങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ. ഇപ്പൊ ഈ സെറ്റുമുണ്ടുകളുടെ കേസ് എടുത്താൽ നമുക്കതിൽ പല കാറ്റഗറി ഉണ്ട്. പുളിയിലക്കര, കട്ടിക്കര, മുള്ളോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു പുളിയിലക്കര നെയ്യുന്ന വീവറിന് അത് മാത്രമാണ്, അതിലാണ് അയാൾ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളത്. അപ്പൊ അതൊരു ക്ലസ്റ്റർ ആണ്, അതൊരു ഏരിയ ആണ്. അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ പല വീവേഴ്സ് ഉണ്ട്. അവിടെ ഒരു 15ഓളം വീവേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കൊരു പ്രിന്റിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ ഒരു 5 തൊഴിലാളികൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഉദ്ഘാടനം നമ്മളുടെ തന്നെ ഫോളോവേഴ്സിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ നാദിറ, പിന്നെ മേയർ, പിന്നെ ഐശ്വര്യ നന്ദിലത്ത്, പിന്നെ ഒരു സിനി ആർട്ടിസ്റ്റ് എന്നിവരൊക്കെ അക്കമ്പനി ചെയ്യുന്നുണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും